ഗുൽമാർഗ് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കേബിൾ കാർ സർവീസിൻ്റെ അവിടേക്ക് നടന്നു പോകണം. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്യണം, അത് ഈ ഒരു ഭാഗത്ത്. പിന്നെ വരുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, 2-3 ടോളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റ് കാറിന് അവിടെ നമ്മൾ പ്രൈവറ്റ് കാറിൽ വരുമ്പോൾ ടോളിൽ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു മണ്ണത്തിനെ പറ്റി നമ്മൾ 75 രൂപ കൊടുത്തു, എന്നിട്ട് ബാക്കി ആൾ 20 റുപ്യ തന്നു അല്ലേ. വേറെ പൈസ എത്തില്ല, അതൊക്കെ നമ്മളെ തേച്ച്. എന്തായാലും അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് കാറ് വരുമ്പോൾ നമ്മളവിടുത്തെ ആൾക്കാർക്ക് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ടോളുകളുണ്ട്, 2 ടോളുണ്ട്. അത് കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. केबल कार और टिकट ले लिया हमने? हाँ टिकट है, हम बोल कर ले लिया, हमारे पास है। नहीं ഇവിടെ കുറേ സാധനങ്ങൾ നമ്മൾ ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽമാർഗ് ഗണ്ടോള അവിടെയാണ് നമ്മുടെ ഈ കേബിൾ കാറിൻ്റെ സർവീസുള്ളത്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ टिकट എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായി. कुछ भी नहीं है, 2 मिनट बात सुनो, 2 मिनट प्लीज. नहीं चाहिए, 2 मिनट बात सुनो सर जी. സോറി ഭയ്യ. നമുക്ക് ഇങ്ങനെ കുറേ ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരും, നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ വരുന്നതിനെക്കാട്ടി മുമ്പേ നമുക്ക് അറിയണ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഒരു റൂമിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ആ റൂമിൽ സ്റ്റേ ചെയ്യണ ആളുടെ തന്നെ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം ഇവർ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അറിയേണ്ട ഓ ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ഇവരെ കൂടെ പോകും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനാണ്. ഇതേപോലെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഈ കേബിൾ കാറിൻ്റെ അവിടേക്ക് നമ്മൾ നടന്നിട്ട് പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് നടന്നിട്ട് പോവാം. വണ്ടിയിൽ ഉണ്ടാക്കി തരാം. അതുകൊണ്ടാ ഹൈ ഇതെന്ത് ഭംഗിയോ പൊളിച്ചിടാ. എന്ത് സാധനം, പബ്ജിയിലാണ് ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് ഇത് കാണട്ടെ. ഹേ ഇത് ഇവിടെ ഐസുണ്ട്. ഗുൽമാർഗ് കണ്ടോ, അടിപൊളി സ്ഥലമാണ് ഗുൽമാർഗ്. രക്ഷയില്ല, ബ്യൂട്ടിഫുൾ ആണ്. നോക്കിയേ 6 persons only 2,000 rupees full sites in Gulmarg. No need bro. ഇത് ടിക്കറ്റ് കൗണ്ടർ അല്ലേ? അല്ല ഇത് കൂടെ വേണം പോകാൻ. Yeah, okay. You have the ticket? Yes, we have. Both face, one face. One face. This one, okay, go. Then why here coming? Way to gondola. Gondola, ola, ola, gondola, le. You need a local guide? Huh? No, thanks. Gulmarg Gondola welcomes you. Huh? Hello, bro. क्या भैया? You have tickets? Huh? We have tickets. Yes. Hi. I am local tourist guide here. Okay. We have free for gondola. We have tickets here. അപ്പോൾ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത്. Only 300. ശരിക്കും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മുകളിൽ പോകണു, ഒന്ന് കറങ്ങി അടിച്ച് വരുന്നു, അത്രയല്ലേ ഉള്ളൂ. Only 300. No thanks, no need bro, thank you. What you need? At any time there is so chill. I will manage for fire. എന്തായാലും എൻട്രി എത്തിയിരിക്കണു. ഇതാട്ടോ എൻട്രി. നല്ല തിരക്കുണ്ട് കേട്ടോ, കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. എവിടെയാണ് ഇതിൻ്റെ ഇതിലൊരു അറ്റമില്ലേ? അമ്പോ ഓ ഇത് ഇവിടുന്നാണ്. ഇത് ഈ കാണുന്നത് കേട്ടോ ടിക്കറ്റ്. നമ്മൾ ഓൺലൈനിൽ എടുക്കണം ടിക്കറ്റ്. മൊത്തം ഓൺലൈനിലേ ഉള്ളൂ ടിക്കറ്റ് ഇവിടെ. നമ്മൾ ഓൺലൈനിലേ ചെയ്യണം. 800 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. 800 രൂപ. ഇത് ഫേസ് 1 ആണ്. ഫേസ് 2 അതിനും കൂടും തോന്നുന്നു. पीछे पीछे कितने भाईजान? 6 है ओके. तो मुझे भी उठाओ ना. 6 പേർക്കുള്ള ഒറ്റ ഷോട്ടിൽ ശരിയായില്ല. അടാ എൻ്റെ ഫോം അടിച്ചോട്ടോ. ഞങ്ങളുടെ കേബിൾ കാർ ഇതാ വരുന്നു. അയ്യോ
ഫസ്റ്റത്തെ ഒരു എടുക്കൽ അടിപൊളിയാണ് കേട്ടോ. ഒന്ന് എന്താ കോമ അടച്ച അത് തന്നെ അടച്ചോളും. ഒരു തൂക്കലാണ് ഇത് അടക്കണ്ടേ? അത് അടയ്ക്കുന്നു തോന്നുന്നു തന്നെ, നമ്മൾ അടയ്ക്കുന്നു വേണ്ട. അടഞ്ഞു പേടിക്കണ്ട. സംഭവം പൊളിയായിട്ടാ. അയ്യോ തലകളെ സംഭവം ഐസായിട്ട് നോക്ക എത്ര വീഴുന്നോളൂ. കുലിക്കല് ആ കുലിക്കല്ലോ ഇവിടെ സേഫ്റ്റി. നമുക്ക് സേഫ്റ്റി എന്ന് പറയുമ്പോ ഒന്നുമില്ല. മയില് തലയിടി പാമ്പ് പഴമെടുത്തു ചീറ്റി നിന്നു ചില വേല കാട്ടി വിരട്ടാം. ആദി വഴിയിലൊരു പാമ്പ് പഴമെടുത്തു ചീറ്റി നിന്നു ചില വേല കാട്ടി വിരട്ടാം. ഞങ്ങളങ്ങനെ പൊക്കത്ത് തിരിക്കുക. വേസ്റ്റും അപ്പുറത്താണ്. വെറുതെ കണ്ട് കയറിയാലോ. വാഷ്റൂം ഉണ്ട് പുറത്തായിട്ട്. ചായ കാപ്പിയൊക്കെ നമുക്ക് സൈഡിലേക്ക് കിട്ടാൻ അവൈലബിൾ ആണ്. ഇത് ഫേസ് 2 ആണ്. ഫുള്ള് മഞ്ഞുമൂടി കിടക്കണ്. ഒരു കുപ്പി വെള്ളത്തിന് ഇവിടെ 50 ഉറുപ്പ്യ കേട്ടോ. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നാൽ നന്നായിരിക്കും. 50 ഉറുപ്പ്യാണ് ഒരു കുപ്പി വെള്ളത്തിന്. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മലയിൽ വന്നിട്ട് വിൽക്കണതിന് കുറേ പൈസ വേണ്ടി വരും അല്ലേ. നല്ല സോനമാർഗിന് അത്രയുള്ള തണുപ്പല്ലേ ഉള്ളൂ ഇവിടെ. ഈ ഒരു ഭാഗത്ത് സ്കേറ്റിംഗ് ആക്ടിവിറ്റീസാണ് മൊത്തം. ഈ ഒരു ചെറിയ സ്ഥലത്ത് സ്കേറ്റിങ്. അങ്ങനെ ഒരാൾ അതൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഒരാൾക്ക് സ്കേറ്റ് അറിയില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സ്കേറ്റിങ് അറിയുള്ളൂ. ഈ അറിയാത്ത ആളുകൾ എന്തൊക്കെയാണ് ചെയ്യണത് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മളവിടെ എത്തുമ്പോഴേക്കും നമ്മൾ വീഴും ഈ ഐസിൽ ചവിട്ടിയിട്ട്. ഐസിൽ ചവിട്ടി നടക്കണം. സ്കേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടോ ആളുകൾ ചെയ്യണേ. ഇഴയാണ് നടന്നിട്ട് എല്ലാവരും. ഇവിടെ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാം. അതന്നെ ഉള്ളൂ. നോക്കി നടക്കൊക്കെ. ഗുൽമാർഗിൽ ഇവിടെ ഈ ഒരു സൈഡായിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. സൂപ്പ്, സ്വീറ്റ് കോൺ, മോമോ, പിന്നെ ചായ, കവ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി ഡിഷസുകൾ. മാഗി, പിന്നെ ഇവിടെ കടയിൽ ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പുള്ള ഇതിൽ ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഗുൽമാർഗിലെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഓ അവിടെ നോക്കി സ്വർണ്ണ കളറൊക്കെ മഞ്ഞിന്. കേബിൾ കാറിൻ്റെ എല്ലാം ഇനി തിരിച്ചു പോവുക. ഒടുക്കത്തെ തണുപ്പ് -3ഒക്കെയാണ്. ജാതി തണുപ്പ് അവിടെ. ഒരു രക്ഷയില്ല കേട്ടോ. വഴിയെല്ലാം ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഉഷാർക്ക് കുശാൽ സെറ്റായിരുന്നു. ഇനി തിരിച്ച് ഞങ്ങൾ ഇതിൽ പോവും. ഇത് ഫേസ് 2. ഫേസ് 2 1200 ഫേസ് 2-ന്. ഞങ്ങൾ 800-ൻ്റെ ഫേസ് 1 എടുത്തിട്ടുണ്ടായിരുന്നത് കേബിൾ. അത് ഞങ്ങൾ ഇവിടുന്നാണ് ഇതുവരെയുള്ളൂ ഫേസ് 1. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് അടിപൊളി. എവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക. അതാ ഈ മഞ്ഞിക്കോട്ടം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. നല്ല രസമാണ് സംഭവം. ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു ശരിക്കും.
ഉഷാറായില്ലടാ, അടിപൊളിയായിരുന്നല്ലേ പരിപാടി? നമുക്കൊരു റേറ്റിങ്ങിൽ ഗുൽമാർഗിന് എത്ര കൊടുക്കാം? 5-ൽ 4.3. ബാക്കി എന്താ? വിന്ററിലാണ് ഗുൽമാർഗ്, അല്ലാത്ത അടിപൊളിയായിരിക്കും. ഈ താഴ്വാരവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും.